നമ്മൾ എത്തിപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ എത്തിപ്പെട്ട സ്ഥലം. ഇതിൻ്റെ ഉൾഭാഗത്ത് പോയിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. ഞാനിങ്ങനെ മാഡത്തിനെ ഇവിടെ ഇറക്കിയിട്ട് ഇന്ത്യയിൽ പറഞ്ഞ് മക്ഡൊണാൾഡ്സ് പോയിട്ട് ഫുഡ് കഴിച്ചോ എന്നുള്ളത് ബത്താക്കി തന്നിട്ട് കാർഡ് തന്നിട്ട് അവിടെ പോയി ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് പാർക്കിംഗ് അടക്കം കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്താ അവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇബൽക്ക് കറങ്ങലല്ലേ പണി, എന്താ അവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്താക്കി അവിടെ ഇറങ്ങി. ഞാൻ പറഞ്ഞു അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എന്താ സംഭവം എന്നുള്ളതൊക്കെ അറിയില്ല, എനിക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല, അവിടെ ഒരുപാട് വണ്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരെ ഇറക്കിയിട്ട് അവർ രണ്ടുപേരെ ഞാൻ ഇറക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുമ്പോഴാണ് റോണ്ടോ ബോട്ട്. ഇതാ ഈ റോണ്ടോ ബോട്ട് കണ്ടോ. ഇവിടെ എത്തിയപ്പോൾ ഈ ചെറിയ കാറുകൾ നിൽക്കുക, ചെറിയ കാറല്ല അത് പോർഷയുടെ കാറ് നിൽക്കണ കണ്ടപ്പോൾ ഉള്ളിൽ ഫെറാറിൻ്റെ കാറൊക്കെ കണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എന്താക്കി, എനിക്ക് കോൾ അപ്പം തന്നെ വന്ന് തള്ള വിളിച്ച് പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേ. എന്നിട്ട് ഉള്ളിലേക്ക് പോയ അപ്പം തന്നെ ഞാൻ മനസ്സിലായി സംഭവം കണ്ടിട്ട് വിളിച്ചതാണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാർക്കിങ് തരണോണ്ടിരിക്കുക, പാർക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യം വണ്ടിയുടെ ഇതൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ എന്ന്. എന്നിട്ട് അവരവസാനം അവർ കോഫി കുടിക്കാനൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഞാനേ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. ഒരു പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമല്ല. ഇതാ ഒക്കെ റോഡ് സൈഡിലൊക്കെ നിർത്തിയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ പോയിക്കാം. മാറുതൽ സിയാറാത്തുന്നോ അങ്ങനെ എന്തായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ പോർഷയുടെ സാധനം. ഇതാ സ്റ്റാർട്ടിങ്. ഹലോ, അവരിതാ ഈ കാരിബോക്ക് മറ്റേ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും സ്ഥലമല്ല, ഫുള്ള് തിരക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വണ്ടി എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളെ മുന്നിൽ തന്നെ ഉണ്ട് പറഞ്ഞു. അതാണ് വണ്ടികളെ വരിക. അപ്പോൾ നിങ്ങളെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഇരുന്നിട്ട് കുടിച്ചുകൊണ്ട് പറഞ്ഞു ഈ പോയി കണ്ടിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പം ഇനി ഇതാ നമ്മളത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്ക്. ഒരു സംഭവമൊക്കെ നമുക്ക് എന്തായാലും ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പെട്ടെന്നൊന്ന് ചുറ്റിക്കറങ്ങി കാണാം. മേഡത്തിനെയും സ്വാതന്ത്ര്യം തരുമ്പോൾ നമ്മളത് മുതലെടുക്കാൻ പാടില്ലല്ലോ. പെട്ടെന്ന് ആ ഒരറ്റം മുതൽ ഈ അറ്റം വരെ ഉണ്ട്. എന്തായാലും നമുക്ക് പോയോക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. ആദ്യം കയറിനോട് തന്നെ ആദ്യം ഇത് പിന്നെ നമ്മളെ ഓയിലിൻ്റെ സംഭവങ്ങളൊക്കെ ഫോർമുല ഏതൊക്കെ സംഭവങ്ങളാണ്. അയ്യോ, ഫോർഡ്. ഇതിൻ്റെ ഒരു പഴയത് നമ്മളെ കഫിൻ്റെ മാമൻ്റെ അനിയൻ്റെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇതിൻ്റെ പേര് ബെന്റിലി. ഇത് മിനി കൂപ്പർ. പഴയ സാധനേ. പോണ്ടിയാക്ക്. ഇതിപ്പോൾ സമയമില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി നോക്കി ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് സംഭവം, കാറിൻ്റെ ഫുള്ള് എല്ലാ സംഭവങ്ങളും ഉണ്ട്. എൻ്റെ അമ്മ അങ്ങോട്ട് നോക്ക്. എന്താ ആദ്യം പിന്നെ ബാക്കിൽ നിന്നുള്ള വ്യൂ എടുക്കാൻ ചെറുതായിട്ട് നടക്കുള്ളൂ. നമുക്ക് എന്താണ് ആ സംഭവം നോക്ക്, കാണുമ്പോൾ തന്നെ നോക്ക് ടോപ്പ് ഓപ്പൺ ആക്കിയാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഇതൊക്കെ പിന്നെ നമുക്ക് ഇടക്കുന്നതിലേക്ക് കാണാൻ പറ്റുന്ന വണ്ടികളാണിത്. വണ്ടിക്രാന്തന്മാരുടെ ഇത് ഇങ്ങോട്ടൊക്കെ ടോപ്പ് ഓപ്പണാ. ബെൻസ് മോഡൽ 1979. എല്ലാത്തിനും ഒട്ടിച്ചിട്ടുണ്ടില്ല, അത് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ. ബെൻസിൻ്റെ പഴയത് ഇത് നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരും. ഇതേ വണ്ടി കൊണ്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരലുണ്ട്. 1968 ഈ സാധനം കൊണ്ട് വീട്ടിലേക്ക് ഒരാൾ വരലുണ്ട്. ഇത് ബെൻസിൻ്റെ തന്നെ 1962. ഇത് ബെൻസിൻ്റെ 1967. 1962 സാധനമാണ് ആ കാണുന്നത്. ഓക്കെ. അതേപോലെ 1968. ഇതാ 1973. ടൈപ്പ് മോഡൽ SC അൽമാസ 74. ഇതൊക്കെ ഏതാണ്, ഏതാ പഠിച്ചാണ്? കാമിനോ. ഷവർലെറ്റിൻ്റെ അതിൻ്റെ ഉള്ളിലെന്തോ തൂക്കിയിട്ട സംഭവം. എന്താ പഴയ വണ്ടിൻ്റെ ഒരു മൊഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം. ഒഫീഷ്യൽ പേസ് കാറോ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചത്. വെറുതെ അല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത്. ഇതാണ് സംഭവം. നമുക്കെന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം, അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോവാം. ഓക്കെ.
അങ്ങനെ നമ്മളേ അവിടുന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ഫുഡ് അവിടുന്ന് അവർ ഇറങ്ങുമ്പോൾ തന്നെ അവിടുന്ന് എന്തിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി തന്നിരുന്നു. ഇതും തന്ന് ഒരു ഫാൻറ്റിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം തന്ന്. തള്ളൻ്റെ കൂട്ടുകാർക്കുണ്ട് 37 മേടിച്ചെന്നാണ് ഇതൊക്കെ. പിന്നെ തള്ള അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞു. ആ ഫുഡ് കഴിക്കുന്ന സമയം നമ്മളെന്താക്കി, അപ്പുറത്ത് പോയിട്ട് കാറിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നിന്ന്. അപ്പോൾ നമ്മളിഞ്ഞ് ഫുഡ് കഴിക്കൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താക്കുക, വീഡിയോ അത്രയേ ഉള്ളൂ. ആ ഓട്ടം വന്നപ്പോൾ എന്താക്കിയത്, വിചാരിക്കാത്ത ഒരു സംഭവം ഒന്ന് കാണാൻ പറ്റി, കാറിൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ ഒരു വീഡിയോ ചെറുതായിട്ട് നമ്മളെ ഇട്ടിട്ട് യൂട്യൂബിലൊന്നും ഇടാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളിൽ ഫേവറേറ്റ് കാർ ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ ഞാൻ കുറേ വോയിസിൽ അറിയുന്നത് പോലൊക്കെ പറഞ്ഞു. പക്ഷെ ആ വോയിസിൽ പിന്നെയാണ് ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മ്യൂസിക് ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് പെടാം. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും പറച്ചിലെന്തായാലും ഇനി നടക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വോയിസ് എന്തായാലും ഇടൽ നടക്കില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ അതിലൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തിട്ടായിരിക്കുക ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.